കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിയാതെ നാം പല ഭവനങ്ങളിലായി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകുന്നു. നല്ലവനായിരിക്കുന്ന ദൈവത്തെ സ്നേഹിപ്പാനും അവൻ്റെ പാത പിൻപറ്റുവാനും ദൈവം നമുക്ക് തരുന്ന ഈ വിലപ്പെട്ടതായ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുന്നു. സങ്കീർത്തനം 91 സങ്കീർത്തനം 10 വാക്യം, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഭക്തനായ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ ആശ്രയിച്ച് താൻ പറയുന്ന വിലപ്പെട്ടതായ ഒരു ദൈവശബ്ദമാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ഏറ്റവും അധികമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ളത് ഈ സന്ദർഭത്തിൽ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ എൻ്റെ കൂടാരത്തിന് അനർത്ഥം സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. ഭക്തനായ സങ്കീർത്തനക്കാരനോട് നമുക്കും ചേർന്ന് പറയാം, ഈ പ്രതിസന്ധികളെല്ലാം ലോകമെമ്പാടും നടമാടിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ കൂടാരത്തിന് എതിരെ ഈ ബാധകൾ അടിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരോട് കർത്തൂദാസൻ എന്ന നിലയ്ക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്, നമ്മൾ പാർക്കുന്ന കൂടാരത്തിൽ കർത്താവിന്റെ രക്തം തളിക്കപ്പെട്ടത് നിമിത്തം ഈ പ്രതികൂലങ്ങളിൽ നിന്ന്, ഈ ബാധകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. 7 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ആഴ്ചയിൽ ദൈവം നമുക്ക് തരുന്നതായ ആയുസ്സിൽ കർത്താവിനെ ഭയപ്പെട്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ കൃപയാൽ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകട്ടെ. ഭയത്തോടെയല്ല നാം ജീവിക്കേണ്ടത്, പ്രത്യാശയോടെ, നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനു മുമ്പാകെ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും പല സ്ഥലങ്ങളിൽ ഇപ്പോഴായിരിക്കുന്നു. ദൈവം അവരെ എല്ലാവരെയും കൃപയിൽ സൂക്ഷിക്കണം. ആർക്കും ഒരു ദോഷം വരാതെ വണ്ണം ദൈവം എല്ലാവരെയും പരിപാലിക്കണം. അങ്ങയുടെ തിരുവഴുത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്നുള്ള വചനത്തെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. വിശേഷാൽ ഇപ്പോൾ ലോകമെമ്പാടും ഭയത്തോടുകൂടെ ആയിരിക്കുന്ന, ഭീതിജനകമായിരിക്കുന്ന ഈ വൈറസിന്റെ അനുഭവത്തിൽ നിന്ന് ജനത്തെ ദൈവം സംരക്ഷിക്കണം. ആർക്കും ഒരു ദോഷം വരാതെ വണ്ണം ദൈവം എല്ലാവരെയും പരിപാലിക്കണം. ഈ ആഴ്ചയിലും സമൃദ്ധിയായ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും പകരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ ദയോടെ കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. God bless you all.